തള്ളയാന കുട്ടിയാനയ്ക്ക് പാൽ നൽകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നെല്ലിയാമ്പതി ചുരത്തിൽ കണ്ടത്. 1 മണിക്കൂറിലധികം സമയം ആന ചുരത്തിൽ തുടർന്നു. മാതൃഭൂമി ദിനപത്രത്തിന്റെ ഫോട്ടോഗ്രാഫറായ രതീഷ് പകർത്തിയ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. ഫോട്ടോ എടുക്കാനിടയായ സാഹചര്യം ഇത് നമ്മൾ വേറെ സ്റ്റോറിക്ക് വേണ്ടി പോയതാണ് അവിടെ. അപ്പോൾ അത് ആന ഉണ്ടെന്നുള്ളത് നമുക്കറിയായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് രണ്ടുപേർ പറഞ്ഞ അവിടെ അങ്ങനെ മുകളിൽ ആനയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ നോക്കി അത് താഴേക്ക് ഇറങ്ങി വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ നിന്ന് അപ്പോഴത്തേക്കും പിന്നെ ഈ പോണ ആളുകളെല്ലാം റോഡിൽ നിൽക്കണ കാരണം കൊണ്ട് അതിന് ഇറങ്ങി വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞ് അത് അവിടെ റോഡരികിൽ നിന്ന് അതിന് പാൽ കൊടുത്തുകൊണ്ട് നിന്നു. പിന്നെ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നവരെയൊക്കെ അത് ഓടിക്കണ്ടായിരുന്നു. പിന്നെ വണ്ടികളൊക്കെ അതിൽ കൂടെ സൈഡിൽ കൂടെ പോകുന്ന അതിൻ്റെ നേരം അത് തിരിഞ്ഞു. പിന്നെ അതങ്ങനെ ഒരു അരമണിക്കൂറോളം റോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് പിന്നെ വനത്തിലേക്ക് അങ്ങോട്ട് പോയി. ഇത് അങ്ങനെ എത്ര നേരം ഇങ്ങനെ പാല് കൊടുക്കുന്ന ഒരു ദൃശ്യമാണല്ലോ. അപ്പോൾ ഒരു മാതൃസ്നേഹത്തിൻ്റെ ഒരു കാഴ്ച കൂടിയാണല്ലോ അല്ലേ? അതെ അത് നമുക്ക് ആദ്യം മനസ്സിലായില്ലേ ഇത് എന്താ സംഭവം. അതപ്പോൾ അതങ്ങനെ അപ്പോഴാണ് അവിടെ അടുത്തു നിന്നവർ തന്നെ പറഞ്ഞത് അത് പാല് കൊടുക്കുന്നത് തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഗൂഗിൾ VS ചേരുന്നുണ്ട് തത്സമയം. ഗൂഗിൾ ഈ സമീപകാലങ്ങളിലായിട്ടൊക്കെ നമ്മൾ പങ്കുവച്ചിരുന്നത് കാട്ടാന ആക്രമണത്തിന്റെ കുറേ വാർത്തകളായിരുന്നു. കാട്ടാന വാഹനം തടഞ്ഞു, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഇറങ്ങി നാശമുണ്ടാക്കി, ജനവാസ മേഖലയിൽ വലിയ ശല്യമുണ്ടാക്കി തുടങ്ങിയ വാർത്തകളൊക്കെയായിരുന്നു. അങ്ങനെ ഒരു ആനയുടെ ക്രൂരതയുടെ മുഖമാണ് കുറേ കാലമായി മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി മനോഹരമായ ഒരു ദൃശ്യം, ശരിക്കും ഒരു ലാളിത്യത്തിന്റെ കാഴ്ച തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്തായാലും മനോഹരമായ ഒരു കാഴ്ച കൃത്യസമയത്ത് തന്നെ, പല നല്ല ദൃശ്യങ്ങളും നമ്മൾ കാണാറുണ്ടെങ്കിലും നമുക്കത് പകർത്തിയെടുക്കാൻ കഴിയാറില്ല. അവിടെ കൃത്യസമയത്ത് തന്നെ ഫോട്ടോഗ്രാഫർ രതീഷിന് അത് പകർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു ഭാഗ്യം. നമ്മൾ പലപ്പോഴും ആനയുടെ വാർത്തകൾ കൊടുക്കാറുണ്ട്. ഇത് പലതും നെഗറ്റീവ് വാർത്തകളാണ്. ആന ആരെങ്കിലും ആക്രമിച്ചു, ആരെങ്കിലും കൊലപ്പെടുത്തി, അല്ലെങ്കിൽ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ്. പക്ഷേ വളരെ മനോഹരമായ നല്ലൊരു കാഴ്ചയാണ് നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴിയിൽ ചുരത്തിനടുത്ത് വെച്ച് നമ്മൾ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് നമ്മുടെ പത്രത്തിലെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള രതീഷാണ്. രതീഷ് അവിടെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അതിനിടയിലാണ് ആന ഇങ്ങനെ പാല് കൊടുക്കുന്നത് കണ്ടത്. അവിടെ ഏകദേശം ഒരു 2 മണിക്കൂറിലധികം നിന്ന് അദ്ദേഹം ആ ദൃശ്യങ്ങൾ പകർത്തി. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. മാതൃസ്നേഹത്തിൻ്റെ വലിയൊരു കാഴ്ചയാണിത്. ആ വാഹനങ്ങൾ പോകുന്ന വഴിയാണ്, സഞ്ചാരികളുള്ള വഴിയാണ്, ആളുകളുണ്ട്. അതിനിടയിൽ ആനയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ആന പാല് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ രതീഷേട്ടൻ പറഞ്ഞ് അതിനിടയിൽ ആരൊക്കെയോ ശല്യപ്പെടുത്താൻ വന്നപ്പോൾ അവരെ ആന ഒന്ന് വിരട്ടി ഓടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആന അവിടെ നിന്ന് ആ കുട്ടിക്ക്, തൻ്റെ കുട്ടിക്ക് പാല് കൊടുത്തതിന് ശേഷമാണ് മടങ്ങിയത്. ഏകദേശം അത് ആ പോകുന്ന വാഹനങ്ങൾ അതിന് പ്രശ്നമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെ അങ്ങനെ പാല് കൊടുക്കുന്നു. വളരെ മനോഹരമായൊരു കാഴ്ച. മാതൃസ്നേഹം എല്ലാ ജീവികൾക്കും തൻ്റെ കുട്ടി വളരെ പ്രിയപ്പെട്ടതാണെന്നൊക്കെ കാണിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമുക്ക് നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴി ചുരത്തിനടുത്ത് ഇത് കാണാൻ കഴിയുന്നത്.